ഭാരതത്തിലെ കത്തോലിക്ക സഭയിൽ ശ്രദ്ധേയനായ ഒരു ആർച്ച് ബിഷപ്പായിരുന്നു മാർ ജേക്കബ് പൂങ്കുഴി. അതേക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉയരുന്നു. അഭിമന്യ പിതാവ് എല്ലാം കൊണ്ടും വളരെ ഏറെ സ്തുത്യർഹമായ ശുശ്രൂഷകൾ 3 രൂപതകളിലായി ചെയ്തവനാണ്. അതിനു മുമ്പ് തലശ്ശേരി അതിരൂപതയിൽ ഒരു വൈദികനായി അഭിഷിക്തനായ ശേഷം അവിടെയും ശുശ്രൂഷകൾ ചെയ്തിരുന്നു. റോമിലെ ഉപരിപഠനത്തിന് ശേഷവും തലശ്ശേരിയിലാണ് ശുശ്രൂഷ ചെയ്തിരുന്നത്. പിന്നീട് മാനന്തവാടി രൂപതയുടെ പ്രഥമ മെത്രാനായും താമരശ്ശേരി രൂപതയുടെ മെത്രാനായും തൃശൂർ അതിരൂപതയുടെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പായും അഭിമന്യ പൂങ്കുഴി പിതാവ് സേവനം ചെയ്തു. ഈ സേവനങ്ങളെല്ലാം ഇപ്പോൾ ആ രൂപതകളിലെ ദൈവജനം അനുസ്മരിക്കുന്ന സന്ദർഭമാണ്. വളരെ ഏറെ സഭയ്ക്കും സമൂഹത്തിനും ഫലം ചെയ്യുന്ന ശുശ്രൂഷകൾ അഭിമന്യ പിതാവ് ചെയ്തിട്ടുണ്ട്. അവയെല്ലാം തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ നമ്മൾ അനുസ്മരിക്കുകയും നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾക്ക് വിഷയമാക്കുകയും ചെയ്യും. അഭിമന്യ പിതാവ് സൗമ്യനും ശാന്തനുമായിരുന്നു. തനിക്ക് വിരുദ്ധ അഭിപ്രായമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അതിൽ ശാന്തതയും സൗമ്യതയും അഭിമന്യ പിതാവ് കൈവരിയാറില്ലായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ഹൃദയമായിരുന്നു പിതാവിൻ്റേത്. പിതാവ് സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ക്രിസ്തുദാസികൾ ഇന്ന് പല രൂപതകളിലായിട്ട് വളരെ സുദൃഢമായ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഈ സഹോദരികളുടെ സമൂഹത്തിന്റെ സ്ഥാപനത്തിനും അതിന്റെ വളർച്ചയ്ക്കും അഭിമന്യ പിതാവ് ചെയ്തിട്ടുള്ള സേവനം വളരെയേറെ സ്തുത്യർഹമാണ്. സമർപ്പിത ജീവിതത്തെക്കുറിച്ചും വൈദിക ജീവിതത്തെക്കുറിച്ചും വളരെയേറെ ഉൾക്കാഴ്ചകൾ അഭിമന്യ പിതാവിന് ഉണ്ടായിരുന്നു. വ്യക്തിപരമായിട്ടുള്ള എന്റെ ഒരു അനുഭവം ഞാനിവിടെ പറയുകയാണ്. ഞാൻ മേജർ ആർച്ച് ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആ സന്ദർഭത്തില് അഭിമന്യ പിതാക്കന്മാരോട് തെരഞ്ഞെടുപ്പിനോടുള്ള സമ്മതം അറിയിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് ചാപ്പലിൽ ഇട്ടുതീരുന്ന സന്ദർഭത്തില് അഭിമന്യ പിതാവ് വന്ന് തോളത്ത് തട്ടിയിട്ട് ധൈര്യപ്പെടുത്തിക്കൊണ്ട് ശുശ്രൂഷ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് ഞാനിപ്പോൾ അനുസ്മരിക്കുകയാണ്. അപ്രകാരം എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും ഒരു സജീവമായിട്ടുള്ള പരിഗണന പിതാവിന് ഉണ്ടായിരുന്നു. പിതാവ് CBCIയുടെ വൈസ് പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. KCDCയിൽ സുദീർഘമായ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. സീറോ മലബാർ സഭയിലും അതുപോലെ തന്നെ തന്റെ സേവനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ സന്ദർഭത്തിൽ സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. പിതാവ് വലിയ ഒരു കാനൻ ലോയറായിരുന്നു. അത് സഭയുടെ നിയമത്തിലും രാഷ്ട്രത്തിന്റെ നിയമത്തിലും ഒരുപോലെ ഡിഗ്രി എടുത്തിട്ടുള്ള വ്യക്തി. തന്റെ അറിവും തന്റെ ജ്ഞാനവും തന്റെ വിശുദ്ധിയും തന്റേതായിട്ടുള്ള ആധ്യാത്മിക ദർശനങ്ങളും പിതാവ് എപ്പോഴും മറ്റുള്ളവരുമായിട്ട് പങ്കിടുമായിരുന്നു. അഭിമന്യ പിതാവിന്റെ നിര്യാണത്തിൽ സീറോ മലബാർ സഭയുടെ പേരിൽ മാത്രമല്ല ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പേരിൽ ഞാനെല്ലാ അനുശോചനങ്ങളും രേഖപ്പെടുത്തുകയാണ്. അഭിമന്യ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിതാവും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുമെന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം. ദൈവത്തിന് സ്തുതി.